ഭൂരിപക്ഷം തികയ്ക്കാൻ 2 സീറ്റുകൾ മാത്രം ആവശ്യമുള്ള വിജയുടെ ടി.വി.കെയ്ക്ക് വി.സി.കെയുടെ 2 എം.എൽ.എമാർ പിന്തുണ നൽകിയേക്കും. വി.സി.കെ ഇനിയും പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിലും അവരുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ടി.വി.കെയ്ക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായതായാണ് സൂചന. പാർട്ടി അധ്യക്ഷൻ തോൾ തിരുമാളവനെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട വി.സി.കെ വിജയുടെ ടി.വി.കെയ്ക്ക് പിന്തുണ നൽകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന യോഗം കഴിഞ്ഞയുടൻ തീരുമാനം വി.സി.കെ അറിയിക്കും. അതനുസരിച്ചാകും സത്യപ്രതിജ്ഞ സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. തങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചാലും ഒടുവിൽ നമ്മൾ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് സമൂഹമാധ്യമങ്ങളിൽ വി.സി.കെ നിയുക്ത എം.എൽ.എ വണ്ണി അരസ് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ട് വി.സി.കെയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഉണ്ടായില്ല. രാത്രി തിരുമാളവൻ സ്റ്റാലിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. പിന്നീട് ഉദയനിധി സ്റ്റാലിനെയും കണ്ടു. അതോടെ വി.സി.കെ വിജയ്ക്ക് പിന്തുണ നൽകില്ല എന്ന രീതിയിൽ പ്രചാരണമുണ്ടായി. ടി.ടി.വി ദിനകരൻ രാത്രി 10-ന് തന്റെ നിയുക്ത എം.എൽ.എ കാണാനില്ല എന്ന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പരാതി ഗവർണർക്കും നൽകി. വ്യാജക്കത്ത് ടി.വി.കെ പ്രചരിപ്പിച്ചുവെന്നും പരാതിയിലുണ്ടായിരുന്നു. ദിനകരന്റെ ആരോപണത്തെ തള്ളി ടി.വി.കെ രംഗത്തെത്തി. കത്ത് വ്യാജമല്ലെന്നാണ് അവർ പറയുന്നത്. വ്യാജക്കത്ത് നിർമ്മിക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ അവർ കാറിലിരുന്ന് എം.എൽ.എ കത്തിൽ ഒപ്പിടുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടു. 116 എം.എൽ.എമാരുടെ പിന്തുണ മാത്രമാണ് ടി.വി.കെയ്ക്ക് ഇപ്പോഴും ഉറപ്പായത്. ഇന്നലെ ലോക്ഭവനിലേക്ക് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് 121 എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പായി എന്നാണ്. അതിലൊന്ന് അമ്മ മക്കൾ മുന്നേറ്റ കഴകം അംഗത്തിന്റേതായിരുന്നു. ഒരു എൻ.ഡി.എ കക്ഷികളുടെയും പിന്തുണ തേടില്ലെന്നാണ് ഡെപ്യൂട്ടി സെക്രട്ടറി നിർമ്മൽ കുമാർ പറഞ്ഞത്. അത് ടി.വി.കെ തന്നെ പുറത്തുവിട്ട വീഡിയോയിലൂടെ പൊളിഞ്ഞു. സർക്കാർ രൂപീകരണത്തിന് പ്രതിബന്ധമായി ടി.വി.കെയ്ക്ക് മുന്നിൽ നിരവധി കീറാമുട്ടുകൾ ഇനിയുമുണ്ട്. എതിർചേരിയിലുള്ള ഒരു എം.എൽ.എ കാറിലിരുത്തി ഒപ്പിടിപ്പിച്ചു എന്നത് കുതിരക്കച്ചവടത്തിന്റെ തെളിവാണ്. ഗവർണർ ഈ വാദം ഏറ്റെടുത്താൽ നിയമസഭ മരവിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്കും പോകാം. 10-ാം തീയതിക്കുള്ളിൽ സർക്കാർ രൂപീകരണം നടന്നില്ലെങ്കിലും ഗവർണർക്ക് നടപടിയെടുക്കാം. വി.സി.കെ ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിരുന്നു. വിജയ് തിരുമാളവനെ ആദരിക്കുന്ന രീതിയിൽ പെരുമാറിയില്ല എന്ന ഈഗോ പ്രശ്നവുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്ന തിരുമാളവൻ എന്തിനാണ് രാത്രി സ്റ്റാലിന്റെ വീട്ടിൽ പോയത്? വിജയ് അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് ഇതെല്ലാമെന്നാണ് കോൺഗ്രസ് എം.പി മാണിക്യം ടാഗോർ ആരോപിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ന് രാവിലെ 8-നെത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ മാറി മറിഞ്ഞതോടെ യാത്ര റദ്ദാക്കി. നാളെ സത്യപ്രതിജ്ഞ നടക്കുകയാണെങ്കിൽ അദ്ദേഹം എത്തിയേക്കും. അതേസമയം ഇന്ന് ഉച്ചയോടെ പുതുച്ചേരിയിലെ റിസോർട്ടിലുള്ള എം.എൽ.എമാരോട് ചെന്നൈയിലെത്താൻ അണ്ണാ-ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് അവകാശവാദം ഉന്നയിക്കാനാണോ എന്ന് വ്യക്തമല്ല. നിയമസഭ പിരിച്ചുവിടുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം വരരുതേയെന്നും സർക്കാർ രൂപീകരിക്കണമെന്നുമാണ് എം.കെ സ്റ്റാലിൻ പറഞ്ഞത്. ഈ നിലപാട് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് അണ്ണാ-ഡി.എം.കെ കരുതുന്നത്. വിജയ്ക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ ഏറെയും തെറ്റായതായാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. പരിചയസമ്പത്തില്ലാത്ത നേതാക്കളുടെ തെറ്റായ ഉപദേശങ്ങൾ അദ്ദേഹത്തെയും പാർട്ടിയും വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം സാധാരണക്കാരുടെ പിന്തുണ വിജയ്ക്ക് കൂടി വരികയാണ്. മുഖ്യമന്ത്രി അല്ലാത്ത വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന വിജയേക്കാൾ അപകടകാരിയാണെന്ന് ഡി.എം.കെയ്ക്കും എ.ഐ.ഡി.എം.കെയ്ക്കും നന്നായി അറിയാം. അത് മുന്നിൽ കണ്ടായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതിനിടെ വിജയ് നേതൃത്വം നൽകുന്ന ടി.വി.കെ സർക്കാരിൽ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവ പെരുന്തഗൈ പറഞ്ഞു. കോൺഗ്രസ് ടി.വി.കെ സർക്കാരിന്റെ ഭാഗമാകുമെന്നും 2 മന്ത്രിസ്ഥാനങ്ങളും ഒരു രാജ്യസഭാ സീറ്റുമാണ് ടി.വി.കെ വാഗ്ദാനം ചെയ്തത് എന്നും സെൽവ പെരുന്തഗൈ പറഞ്ഞു. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ടി.വി.കെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതിൽ കാലതാമസം വരുത്തിയതിൽ ഗവർണർക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിൽ കോൺഗ്രസ് പാർട്ടിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പാർട്ടിയുടെ ദേശീയ നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുകയെന്നും സെൽവ പെരുന്തഗൈ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.